അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നത്തിങ് ഫോൺ 2A ലോഞ്ച് ചെയ്തു. എല്ലാവരും ഇതിൻ്റെ ഡിസൈനിനെ ഭയങ്കര മോശമായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് അത്ര പോരാ എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമ്മളിതുപോലുള്ള വീഡിയോസൊക്കെ ഈ ചാനലിൽ ചെയ്യാറുണ്ട്, റിവ്യൂസ് ചെയ്യാറുണ്ട്, എൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. ആ ഒരു ഇവൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗിയുള്ള ഒരു ഇവൻ്റ് ആയിരുന്നില്ല ഈ ഒരു നത്തിങ് ഫോൺ 2A ലോഞ്ച് ഇവൻ്റ് എന്ന് പറയുന്നത്. പിടിച്ചിരുത്തുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഈ ഫോണിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ടായിരിക്കാം. എനിവേ ഈ ഒരു ഫോണിൻ്റെ സ്പെക്കിലോട്ട് വരുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ഒരു ഡിസൈനിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. എനിക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നത്തിങ് ഫോൺ 2A നമ്മളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്ക് മനസ്സിലാവും ഇതൊരു വെറൈറ്റി ഫോണാണ്, അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയാണ്. ഇതിൽ കാണാത്ത ഒരു ഡിസൈനാണ്. ആ ഒരു യുണീക്നെസ് നമുക്ക് ഇതിൻ്റെ ഡിസൈനിൽ കാണാനായിട്ട് സാധിക്കും. ഫ്രഷ് ഐസ് എന്നാണ് നത്തിങ് പറയുന്ന ഈ ഒരു ഡിസൈനിനെ പറയുന്നത്. അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ, ബാക്ക് ആ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ നല്ല രസമായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു റൗണ്ട് ഡിസൈൻ വരുമ്പോൾ റിയൽമിയുടെ ഫോണുകൾ 12 സീരീസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ അങ്ങോട്ട് ഒരുപാട് മറ്റേ മാല ബൾബ് പോലെ ഒരുപാട് സംഭവങ്ങളും നട്ടും ബോൾട്ടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കൊളാക്കി വെക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഏത് ഫോണാണ് എന്നുള്ളത് ആ ഒരു യുണീക്നെസ്, ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീല് നല്ല പോലെ ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. നമ്മളൊരു സാംസങ്ങിന്റെ ഏത് ഫോൺ എടുത്താലും, ഇപ്പോൾ 15,000 രൂപയുടെ F15 എടുത്താലും 1,00,000 രൂപയുടെ ആ ഒരു S24 പ്ലസ് എടുത്താലും അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് സെയിം ആണ്. അവിടെ ഒരു യുണീക്ക് ഫീൽനെസ്, ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീല് അവിടെ കിട്ടുന്നില്ല. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ആ ഒരു ചേഞ്ച് അവിടെ വരുന്നില്ല. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഇവിടെ നത്തിങ്ങിന്റെ 3 ഫോണുകൾ എടുത്താലും അത് 3 ഡിസൈനിലാണ് ഇരിക്കുന്നത്. അത് ഈ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാമറ മൊഡ്യൂളിന്റെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു വെർട്ടിക്കലി വരുന്നത് എല്ലാം പൊളിച്ചെഴുതിയിട്ടാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ആ ഒരു യുണീക്ക് ഗ്ലിഫ് ഇന്റർഫേസ് ഇവിടെയും വരുന്നുണ്ട്. 3 സ്ട്രിപ്പാണ് വരുന്നത്. ഫോൺ 1ലും 2ലും വരുന്ന ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. ഫുഡ് ഡെലിവറി ഒക്കെ വരുമ്പോൾ എവിടെ എത്തി എന്നുള്ള ആ ഒരു സ്ട്രിപ്പിന്റെ ലൈറ്റ് ഇങ്ങനെ വരുന്ന പരിപാടി, അലാമിനും അതേപോലെ തന്നെ ടൈമറൊക്കെ വെക്കുമ്പോൾ ആ ഒരു ഇത് വരുന്ന ഗ്ലിഫൊക്കെ വരുന്ന സംഭവങ്ങൾ എല്ലാതും ഈ ഒരു ഫോണിന്റെ ബാക്കിലും ആ ഒരു ചെറിയ 3 LED സ്ട്രിപ്പിലായിട്ട് വരുന്നുണ്ട്. 6.7 ഇഞ്ച് വരുന്ന AMO LED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ നമുക്ക് വരാറ് ഒന്നുകിൽ 10 മുതൽ 120 ഹെർട്സ് വരെയുള്ള റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് വരാറ്. ഇവിടെ 30 മുതൽ 120 വരെയാണ്. സോ അതെന്താ അങ്ങനെ ചെയ്തതെന്നുള്ളത് മനസ്സിലായില്ല. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. പിന്നെ 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. പീക്ക് എന്ന് പറയുന്ന HDR കണ്ടന്റ് കാണുമ്പോൾ മാത്രം, നോർമൽ നമ്മളുടെ സൺലൈറ്റിലൊക്കെ പോകുമ്പോൾ 900 നിറ്റ്സ് ആണ് എന്ന് തോന്നുന്നു. അത് അങ്ങനെയാണ് കേട്ടത് പല സ്ഥലങ്ങളിലും, കറക്റ്റായിട്ട് അറിയില്ല. സോ കൊള്ളാം, ഡിസ്പ്ലേയുടെ സൈഡിൽ കൊള്ളാം. ഇതിന്റെ പ്രൊസസ്സറിന്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ MediaTek Dimensity 7200 Pro എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. അത് നത്തിങ്ങിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പ്രോ വേരിയന്റ് എന്ന് പറയുന്നത്. കുറച്ച് ഇതിന്റെ പെർഫോമൻസ് ഒക്കെ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട്, അത്രമാത്രം. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 7200 അത്യാവശ്യം നല്ല പ്രൊസസ്സർ തന്നെയാണ്. സോ അതിന്റെ കുറച്ചും കൂടി ബെറ്റർ വേർഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ആൻഡ്രോയിഡ് സ്കോർ ഏകദേശം 7.5 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. സോ നോർമൽ യൂസിനൊക്കെ അടിപൊളി തന്നെ ആയിരിക്കും. ഇനി ഇതിന്റെ ക്യാമറയുടെ കാര്യം നോക്കിയാലും ആവശ്യമുള്ളത് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. 2 ക്യാമറ, 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും. ഈ സാധാരണ ഫോണുകളിലൊക്കെ 2 മെഗാ പിക്സലിന്റെ മാക്രോ, ഡെപ്ത്, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് എന്നൊക്കെ പറഞ്ഞ് ചവറ് പോലെ ഒരു ഉപകാരമില്ലാതെ വെറുതെ എണ്ണത്തിന് വേണ്ടി മാത്രം ക്യാമറ കുത്തിക്കയറ്റാറുണ്ട്. മുൻ ഫോണുകളെ പോലെ തന്നെ ഇവിടെയും ആവശ്യത്തിനുള്ള 2 ക്യാമറ മാത്രമേ നത്തിങ് കൊടുത്തിട്ടുള്ളൂ. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതിന്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ ബോക്സിൽ ഒന്നുമില്ല, ഫോൺ മാത്രമേ ഉള്ളൂ. വേറെ കേസോ അല്ലെങ്കിൽ ചാർജറോ ഒന്നുമില്ല. കേബിളും ഉണ്ട്, ഇതിന്റെ ചാർജിങ് കേബിളും വരുന്നുണ്ട്, ഫോണും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിന്റെ ഉള്ളിൽ വരുന്നത്. ഫ്ലിപ്കാർട്ടിലൂടെ 12-ാം തീയതി ഈ ഒരു ഫോൺ വാങ്ങുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫറാണ്. 19,999 രൂപയ്ക്ക് കിട്ടും. അതായത് 20,000 രൂപയ്ക്ക് ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഓഫർ ആയിട്ട് ആ ഒരു 12-ാം തീയതി കിട്ടും. 12-ാം തീയതിയാണ് ഇതിന്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇനി ഇതിന്റെ ഒരു നോർമൽ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 8 GB റാം 128 GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 23,999 രൂപ. 8 GB റാം 256 GB ഇന്റർണൽ മെമ്മറി വരുന്നതിന് 26,000 രൂപ, അതായത് 25,999 രൂപ. ഇനി 12 GB 256 GB ഇന്റർണൽ മെമ്മറി വരുന്നതിന് 27,999 രൂപ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. ലോഞ്ചിങ് ഓഫർ ആയിട്ട് HDFC കാർഡിൽ, ഫ്ലിപ്കാർട്ടിൽ അഡീഷണൽ 2,000 രൂപയുടെ 1,000 രൂപയുടെ ഒക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഈ ഒരു
പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല തന്നെയാണ്. എനിവേ ബാക്കി കാത്തിരുന്ന് കാണാം. ഇത് കൂടാതെ 2 പ്രൊഡക്റ്റുകൾ കൂടിയാണ് ഈ ഒരു ഇവന്റിൽ നത്തിങ് പുറത്തിറക്കിയത്. അവരുടെ സബ് ബ്രാൻഡായ CMF എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൽ വരുന്ന ഒരു TWSഉം ഒരു നെക്ക് ബാൻഡും ആണ് വന്നിരിക്കുന്നത്. CMF ബൈ നത്തിങ് ബഡ്സ് എന്നുള്ള ഒരു പേരിലാണ് അത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 12.4 mm ഡ്രൈവറാണ് വരുന്നത്. 42 dB ANC നോയ്സ് ക്യാൻസലേഷനും അതിൽ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 2499 രൂപ, അതായത് 2500 രൂപയ്ക്കാണ്. ലോഞ്ച് ഓഫറായിട്ട് 200 രൂപയുടെ ഡിസ്കൗണ്ടും വരുന്നുണ്ട്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു. അതിൻ്റെ കേസും അത്യാവശ്യം ആ ഒരു യൂണീക്ക് ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നെക്ക് ബാൻഡിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നെക്ക് ബാൻഡ് പ്രോ എന്നാണ് അതിൻ്റെ ഒരു പേര് വരുന്നത്. 2000 രൂപയ്ക്കാണ് അതിൻ്റെയും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് അവിടെയും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. കാണാനായിട്ട് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ 13.6 mm ഡ്രൈവറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ 2000 രൂപയ്ക്ക് കുഴപ്പമില്ല എന്ന് മാത്രം. അവിടെയും ഈ പറയുന്ന OnePlusൻ്റെയും അതേപോലെ തന്നെ ഒപ്പോയുടെ ഒക്കെ നെക്ക് ബാൻഡ് നല്ല രീതിക്ക് തന്നെ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതും കാണാനായിട്ട് കൊള്ളാം. ഇതിൻ്റെ പെർഫോമൻസ് കൂടി ആക്ച്വലി കൊള്ളാമെങ്കിൽ സാധനം കയറിപ്പോവും. സോ ഞാൻ ഈ ഒരു നത്തിങ് ഫോൺ 2A കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് എന്തായാലും അതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കേട്ടോ, നത്തിങ് ഫോൺ 2A. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആ ഒരു ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. ഇതിൻ്റെ ആ ഒരു നത്തിങ് ഫോൺ 2A റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എന്തായാലും ഞാൻ ചെയ്യും. എന്നാലും നിങ്ങളുടെ ഒരു റിക്വയർമെൻറ്റും കൂടി ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നിനൊരു മടി കാണിക്കരുത്. ഗുഡ് ബൈ.